ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്റെ പേര് ധന്യ. ഞാൻ ഇന്നൊരു വേറെ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ കെയർ ഹോം ലെഫ്റ്റ് ചെയ്തു എന്നുള്ളത്. ജർമ്മനിലോട്ട് വരുന്ന എല്ലാവർക്കും തന്നെ ആദ്യമായിട്ടുള്ളൊരു സംശയമാണ് കെയർ ഹോം തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെക്ഷൻ തിരഞ്ഞെടുക്കണോ എന്നുള്ളത്. ഇവിടെ ജർമ്മനിയിൽ കെയർ ഹോം എന്നാൽ ആൾട്ടൻഹൈം എന്നും ഹോസ്പിറ്റൽ എന്നാൽ ക്രാങ്ങൻഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് ഒത്തിരി മലയാളീസ് ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. അന്നേരം എനിക്കൊരു ഗൈഡൻസിന് വേണ്ടി ഇവിടുത്തെ കെയർ ഹോം എങ്ങനെയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെക്ഷൻ എങ്ങനെയാണെന്നൊന്നും ചോദിക്കാനോ ഒന്നും ആരുമില്ലായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആ ജർമ്മനിലോട്ട് ഒരു വിസ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ട് വേണം. എന്ന് വെച്ചാൽ ആർബൈറ്റ്സ് വെട്രാഗ്, നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ജോലി സാധ്യതയ്ക്കുള്ള കോൺട്രാക്ട് വേണം. അപ്പൊ എനിക്ക് ജോലിക്കുള്ള കോൺട്രാക്ട് കിട്ടിയിരുന്നത് കെയർ ഹോമിൽ നിന്നായിരുന്നു. എന്ന് വെച്ചാൽ ജർമ്മനിലെ ആൾട്ടൻഹൈമിൽ നിന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ജർമ്മനിയിൽ വന്ന് കെയർ ഹോമിൽ ജോയിൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാല് പേഷ്യന്റ് എന്നല്ല നമ്മൾ അവിടെ പറയാറ്. അവിടെ താമസിക്കുന്നവരെ ബെവോണർ അല്ലെങ്കിൽ ബെവോണറിൻ എന്നാണ് പറയാറ്. കാരണം അവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത്, അവർക്കുള്ള ഭക്ഷണം എല്ലാം അവിടെ തന്നെയാണ്. നമ്മള് ഫ്ലേഗ് അവൻ എന്ന് വെച്ചാൽ ഫ്ലേഗ് ഫാഹ്ക്രാഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്ന നേഴ്സ്. ഇപ്പോഴത്തെ നമ്മുടെ ഫ്ലേഗ് ഫാഹ്മാൻ അല്ലെങ്കിൽ ഫാഹ്ഫ്രൗ എന്നുള്ളവർക്കും ഇതിൽ തന്നെയാണ് അറിയപ്പെടാറ്. എന്നിട്ടും നമ്മൾ അവിടെ ചെന്ന് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും അതുപോലെ മെഡിസിന് പിന്നെ അതുപോലെ അവർക്ക് ഉള്ള കെയർ എല്ലാം കൊടുക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം. പക്ഷെ ഞാൻ അവിടെ ആദ്യം ചെന്ന സമയത്ത് എന്താ പറയാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ചെന്ന സമയങ്ങളിൽ എനിക്ക് എന്റെ ജർമ്മൻ ഭാഷകൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ ബെവോണേഴ്സ് ഒക്കെ ആണെങ്കിലും ഒത്തിരി സ്നേഹമുള്ളവരായിരുന്നു. അവര് നമ്മളോട് ഇപ്പൊ ഒരു ദിവസം ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ അവര് നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് വന്നില്ല, എന്തേലും പറ്റിയോ എന്നൊക്കെ. പിന്നെ അവരുടെ പണ്ടത്തെ കാലഘട്ടത്തിലെ ഓരോ കഥകളും അതുപോലെ തന്നെ ചിലവരൊക്കെ ഇന്ത്യക്ക് ട്രിപ്പ് പോയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അവിടെ ഇന്ത്യയിൽ കണ്ട സ്ഥലങ്ങള് എന്തോ ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവർക്കും നമ്മളോടൊക്കെ. പിന്നെ എന്തുകൊണ്ട് ഞാൻ കെയർ ഹോം വിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ പേഷ്യൻസിന് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി മോർഗൻ, മിട്ടാഗ്, ആബൻ, നാഹ്റ്റ് ഇങ്ങനെ 4 രീതിയിലാണ് മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മള് ഫ്ലേഗ് ഫാഹ്ക്രാഫ്റ്റ് നേഴ്സ് തന്നെയായിരുന്നു മെഡിസിൻസ് എല്ലാം നമ്മള് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ളത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ നമ്മൾ അന്ന് വേണ്ടത്തേക്കുള്ളത് നമ്മൾ ചെയ്തു വെക്കും. നമ്മൾ മെഡിസിൻ അങ്ങനെ എടുത്തു വെക്കുന്നതിന് മെഡിസിന് റിഷ്ടൻ എന്നാണ് പറയാറ്. എന്നിട്ട് എന്താന്ന് വെച്ചാൽ പിന്നീട് ഈ അപ്പോത്തേക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാർമസിക്കാരാണ് ഈ മെഡിസിൻസ് എല്ലാം അവിടെ നിന്നാണല്ലോ നമ്മൾ ഡെലിവർ ചെയ്യുന്നത്, ലീഫറും ചെയ്യുന്നത്. അപ്പം അവര് തന്നെ ബ്ലിസ്റ്റർ പാക്കിംഗ് ആക്കാൻ തുടങ്ങി. എന്ന് വെച്ചാല് അവർ തന്നെ ആ പേഷ്യൻസിന്റെ ഡോക്ടേഴ്സിന്റെ അൺനോഡ്നും എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻസ് വഴി അതേ ഓരോ ദിവസത്തേക്കുള്ളത് ഒരാഴ്ചത്തേക്കുള്ള ബ്ലിസ്റ്റർ പാക്കിംഗ് ആയിട്ട് വരാൻ തുടങ്ങി. അപ്പം നമുക്ക് ഫ്ലേഗ് ഫാഹ്ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബുധനാഴ്ച ദിവസം വരുന്നതെന്നുണ്ടെങ്കിലോ അടുത്ത ബുധനാഴ്ച വരെയുള്ള ബ്ലിസ്റ്റർ പാക്കിംഗ് ആണ് ഉണ്ടാവാറ്. അപ്പൊ അത് ഫ്ലേഗ് ഫാഹ്ക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യണം. എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യണം നമ്മൾ. അതായിരുന്നു നമുക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി മെഡിസിൻ കാര്യങ്ങൾ എന്തോ എന്നിൽ നിന്ന് അകന്നു പോകുന്ന പോലെ തോന്നി. കാരണം നമ്മൾ ഓരോ ദിവസം നമ്മളായിട്ട് തന്നെ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കുറച്ചും കൂടി ടാബ്ലറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുമല്ലോ. സാലറി ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ കിട്ടുന്ന കെയർ ഹോമുകളും ഉണ്ട് ഇവിടെ. കെയർ ഹോമിൽ നല്ല സാലറി കിട്ടുന്ന കെയർ ഹോംസ് ഉണ്ട് ഇവിടെ. പക്ഷെ സാലറി ബേസ് നോക്കാതെ അങ്ങനെ സാലറിന്റെ ഒരു പ്രശ്നം അതിന്റെ അകത്ത് കാണുന്നില്ല. പക്ഷെ എന്റെ ഒരു എനിക്ക് കുറച്ചും കൂടി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വൈറ്റൽ ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഒക്കെ ആയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് ചൂസ് ചെയ്തു പോയത്. പക്ഷേ ഒരു തുടക്കം എന്നുള്ള നിലയിൽ എനിക്ക് ആ കെയർ ഹോം തെരഞ്ഞെടുത്തതിന് എനിക്ക് ഒരു കുറ്റബോധവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്കിപ്പോഴും ഇഷ്ടമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള ഒരു സാമീപ്യം, അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു എന്തോ അവർക്കൊരു ഭയങ്കര സന്തോഷം നമ്മളെ കാണുമ്പോൾ ഉള്ളത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഓരോ ഓപ്ഷൻസ് ഉണ്ട് വേണമെങ്കിൽ കെയർ ഹോമിൽ തന്നെ ജോലി ചെയ്യണമെന്നുള്ളവർക്കൊക്കെ. പിന്നെ ചിലവര് കെയർ ഹോം തന്നെ ഇങ്ങോട്ട് ഒപ്റ്റ് ചെയ്യുന്നവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി നമുക്ക് ഞാൻ അറിയണ്ടേ സീരിയസ് ആയിട്ട് കുറച്ച് കൂടി അസുഖമായിട്ടുള്ളവരാണ്. എപ്പോഴും സെയിം പേഷ്യൻസ് അല്ലായിരിക്കും, പല പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും അതിനു വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ബെറായിട്ടായിരിക്കണം, എന്ന് വെച്ചാൽ റെഡി ആയിട്ടിരിക്കണം. അപ്പൊ കെയർ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തുടക്കത്തിൽ വരുന്നവർക്കൊന്നും അത്ര വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം ഒരിക്കലും നമ്മൾ അവിടുത്തെ അപ്ലൗഫ് എന്ന് വെച്ചാൽ അവിടുത്തെ റൂട്ടീൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ കെയർ ഹോമില്. അപ്പൊ തുടക്കക്കാർക്ക് ഞാൻ നോക്കിയിട്ട് കെയർ ഹോം വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹോസ്പിറ്റലിലോട്ട് ചൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി മെഡിക്കൽ സംബന്ധമായിട്ട് കാര്യങ്ങൾ
അറിഞ്ഞിരിക്കാനും മനസ്സിലാക്കാനും ഇങ്ങനെ കുറച്ചും കൂടി പഠിക്കാനും കെയർ ഹോമിൽ പഠിപ്പിക്കായ്മ ഇല്ല. പക്ഷെ എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് അത്രേ ഫണ്ട് ഉണ്ടാവത്തുള്ളൂ. ചില ഹോസ്പിറ്റലുകൾക്ക് അവരുടേതായ ഷൂളേ ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എന്റെ കെയർ ഹോം ലെഫ്റ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ സെക്ഷനിലോട്ട് മാറിയത്.